ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊരു 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വേറൊരെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല കേട്ടോ, ഇത് അതിലേറെ വലിയ ഒരു 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനിട്ട 5 റിയാൽ ഷോപ്പിൽ മൊത്തത്തിലെ എല്ലാ സാധനങ്ങൾക്കും 5 റിയാലാണ് വരുന്നത്. അവിടെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. കുറവാന്നല്ല, ഡ്രസ്സ് ഐറ്റംസ് തീരെയില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും 5 റിയാലേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിൻ്റെ ഷോപ്പിൻ്റെയൊക്കെ ഇരട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊരു വലിയ മാളാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്, ഡ്രസ്സ് ഐറ്റംസും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാത്തിനും 5 റിയാലല്ല, ഒരു 1/4 ഭാഗം 5 റിയാലിൻ്റെ സാധനങ്ങളാണ്, ഒരു 1/4 ഭാഗം 11 റിയാലിനും വരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് ഐറ്റംസൊക്കെ കൂടുതലായിട്ടും വരുന്നത് 11 റിയാലിനാണ്. എങ്കിലും 5 റിയാലിൻ്റെ ഡ്രസ്സ് ഐറ്റംസൊക്കെ നമ്മൾ തിരഞ്ഞാലൊക്കെ കിട്ടും. എന്നാലും ഇവിടെ വന്നാൽ നമ്മൾ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കാരണം അത്രക്കും ഓരോ ഐറ്റംസ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിട്ട് 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതിൽ പോയി കണ്ടാൽ മതി കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കാര്യമായിട്ട് വാളിൽ ഒട്ടിക്കുന്ന വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ റൂമിൻ്റെ ചുമരാകെ മക്കൾ വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നമ്മൾ നോമ്പൊക്കെ ആവല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ആ 5 റിയാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് എന്തോ 2 ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു, ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. ഇവിടെ താഴെയാണ് പ്ലേറ്റുകളും അങ്ങനെ കിച്ചൺ ഐറ്റംസൊക്കെ കൂടുതലായിട്ടും താഴെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വാൾ സ്റ്റിക്കേഴ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് താഴെ ഒരുപാട് നേരമൊന്നും നിന്നില്ല, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം മേലോട്ട് പോന്നു കേട്ടോ. മേലെയാണ് വാൾ സ്റ്റിക്കേഴ്സ്, അതുപോലെ കിഡ്സിൻ്റെ ടോയ്സുകൾ, ചപ്പൽ, ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ളത് മുകളിലാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് സ്റ്റിക്കർ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ചപ്പലും അങ്ങനെയൊക്കെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്നുവിന് 2 ചെരുപ്പ് കൊടുത്തു.
അതുകൂടാതെ നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന പലതരം ടവൽസ്, പുതപ്പുകൾ, കുട്ടികൾക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് നേരം ഒന്ന് തിരഞ്ഞ് സെലക്ട് ചെയ്താലൊക്കെ നല്ല ഡ്രസ്സുകൾ തന്നെ ഇവിടെ നിന്ന് കിട്ടും. ഞാൻ പിന്നെ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ. ആ ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടുമില്ല. ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോകാഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കും. ഇവിടെയൊക്കെ വന്നാൽ നേരം പോകുന്നതറിയില്ല. കാരണം നമ്മൾ ഓരോന്നും നോക്കി അങ്ങനെ നടന്നു പോവും. പിന്നെ ഇവിടെ എല്ലാ ഭാഗവും ഒന്ന് വീഡിയോ എടുത്ത് നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇട്ടിട്ടുള്ളൂ. എടുക്കാത്ത ഭാഗം ഒരുപാടുണ്ട്. പിന്നെ കിഡ്സിൻ്റെ ടോയ്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ആ ഒരു 5 റിയാൽ ഷോപ്പിൽ ടോയ്സുകൾ അത്യാവശ്യം ഉണ്ട്. എങ്കിലും എൻ്റെ മക്കൾ പറഞ്ഞിട്ടുള്ള ടോയ്സുകളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും അത്യാവശ്യം അവിടെ ടോയ്സുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവിടെ വന്നാൽ ഒരുപാട് ടോയ്സുകളുണ്ട്. ഒരു ഭാഗത്തു നിന്ന് നമ്മൾ നടന്നു തുടങ്ങിയാൽ ആ അറ്റം വരെ ടോയ്സുകളുണ്ട് കേട്ടോ. എൻ്റെ മക്കൾ ഡയനോസേഴ്സിൻ്റെ ടോയ്സുകളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാക്കറ്റിൽ കുഞ്ഞു കുഞ്ഞ് ഡൈനോസേഴ്സിൻ്റെ സെറ്റുകൾ വരുമല്ലോ, അതാണ് ചോദിച്ചത്. പക്ഷേ അത് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ വലിയ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ടോയ്സ് തന്നെ കിട്ടി. അത് മാത്രമല്ല ഒരുപാട് ഗണ്ണ്, അതുപോലെ കാർ ഐറ്റംസ് തന്നെ വെറൈറ്റി കാറുകൾ, അങ്ങനെ ഒരുപാട് ടോയ്സുകളുണ്ട് കേട്ടോ. ഈ ടോയ്സിനൊക്കെ വരുന്നത് 5 റിയാലാണ്. ഇവിടെ ടോയ്സിനൊന്നും 11 റിയാലിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഡ്രസ്സ് ഐറ്റംസിൻ്റെ ആ ഒരു ഭാഗത്തെ 11 റിയാലിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൽ മുഴുവൻ വരുന്നത് 5 റിയാൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള വാൾ സ്റ്റിക്കേഴ്സ് ഇതാണ്. ഇപ്പോൾ പല കളറിൽ ഇത് വരുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള ഷെയ്ഡിൽ തന്നെ കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചുമരിൽ ഒട്ടിക്കാൻ നിൽക്കുമ്പോൾ കുറച്ചധികം തന്നെ വാങ്ങേണ്ടി വരും. കാരണം ഒരുപാട് സ്പേസിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതിങ്ങനെ നോക്കി നിന്ന സമയത്ത് അവിടെ ഒരാളിങ്ങനെ പരിചയപ്പെട്ടപ്പം അവർ പറഞ്ഞത് ഇത് വാൾ സ്റ്റിക്കേഴ്സിൽ ഒട്ടിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ പശയൊക്കെ ഒന്ന് പോയി അതിങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് വരലിന് തുടങ്ങുന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്നൊന്ന് എടുത്തു കേട്ടോ. കാരണം ഞങ്ങൾ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിയിൽ ചുമരൊക്കെ കണ്ടപ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ട് മക്കൾ വരച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വാൾ സ്റ്റിക്കേഴ്സ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
വാൾ സ്റ്റിക്കേഴ്സ് നോക്കി അതിൽ ഒരു റോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ താഴോട്ട് തന്നെ വന്നു. താഴെയുള്ള ഒരുപാട് പ്ലേറ്റുകൾ, കപ്പുകൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അത്യാവശ്യമുള്ള ഒരു 2-3 ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലേറ്റുകളുണ്ട്, കണ്ടില്ലേ? എന്തോ നല്ല ഭംഗിയുള്ള പ്ലേറ്റുകളും കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പ്ലേറ്റുകളും സ്പൂണുകളും കപ്പുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഗ്ലാസ് ബൗളുകൾ വലുതുണ്ടല്ലോ, അതൊക്കെയുണ്ട്. അതായിരുന്നു എനിക്ക് വാങ്ങാനുണ്ടായിരുന്നത്. അങ്ങനത്തെ 2 ബൗളുകൾ വാങ്ങി. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 5 റിയാൽ ഷോപ്പിൻ്റെ ലൊക്കേഷന് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ഇതിൻ്റെ ലൊക്കേഷന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് റംസാന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.